ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പല കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണ്. ഒന്നും അറിയാത്തവരായിട്ട് ലോകത്തിൽ ആരും തന്നെ ഇല്ലല്ലോ. അറിവുകൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അറിവുകൾ സമ്പാദിക്കാൻ പല വഴികളുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് ചിലർക്ക് ആധികാരികമായി സംസാരിക്കുവാനും അറിവ് പകർന്നു കൊടുക്കാനും കഴിയും. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അറിവ് എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളത് തന്നെയാണ്. വാസ്തവത്തിൽ നമുക്ക് പലപ്പോഴും അറിവില്ലാത്തതും ഇതുതന്നെയാണ്. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയുക എന്നതാണ് നമുക്കറിയാൻ കഴിയാതെ പോകുന്നത്. ദൈവത്തെ അറിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ലോകത്തിലെ ഏത് അറിവ് സമ്പാദിച്ചാലും പലതിൽ നിന്നും നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഒരു മനുഷ്യനെയും നഷ്ടത്തിലല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നന്മയിലേക്കും നേട്ടത്തിലേക്കുമാണ് നയിക്കുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കട്ടെ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രയോജനരഹിതമായ കാര്യങ്ങളെക്കുറിച്ച് പലതും അറിയുന്നതിനേക്കാൾ അറിയാതിരിക്കുന്നതാണ് ഏറെ നന്ന്. ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ പറയാറുള്ളത് ഇങ്ങനെയാണ്: അയ്യോ, അത് അറിയേണ്ട യാതൊരു കാര്യവും എനിക്കില്ലായിരുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അങ്ങനെയല്ല എന്നത് വാസ്തവമായിട്ടും എനിക്ക് പറയാൻ കഴിയും. ദൈവത്തെ അടുത്തറിയുക എന്നത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അതിപ്രധാനമായ സംഗതിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവും ആ അറിവനുസരിച്ചുള്ള ജീവിതവും നമ്മെ നിത്യതയിൽ എത്തിക്കുമെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ? അല്ല, അങ്ങനെ നാം ചിന്തിക്കരുത്. അതായത് സംസാരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലല്ല അവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. സംയമനം പാലിക്കുക, സഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്നൊക്കെ ഇതിന് നമുക്ക് അർത്ഥം കൽപ്പിക്കാൻ കഴിയും. സത്യത്തിൽ ഇത് രണ്ടും ഏതൊരാളുടെയും ജീവിതത്തിൽ അതിപ്രധാനമായ വസ്തുതയാണ്. അതായത് സംയമനം പാലിക്കുക എന്നതും സഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്നുള്ളതും. ഈ രണ്ട് കാര്യങ്ങളുടെ അഭാവം എത്രയോ കുടുംബങ്ങളെയാണ് ശിഥിലമാക്കിയിരിക്കുന്നത്, എത്രയോ സഭകളെയാണ് ശിഥിലമാക്കിയിരിക്കുന്നത്, എത്രയോ വ്യക്തിബന്ധങ്ങളെയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. സംയമനം പാലിക്കുക എന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച കാര്യം കൂടിയാണ്. എല്ലാവർക്കും അതിന് കഴിയില്ല. ക്രൂശിന് മുന്നിൽ പോലും സംയമനം കാണിച്ച അനുഭവമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെ സംയമനത്തോടും സഹിഷ്ണുതയോടും കൂടി നേരിടുവാൻ പഠിച്ചാൽ ജീവിതം ഒരിക്കലും പരാജയമാകില്ല. യോബിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഭക്തനായിരുന്നിട്ടും നീതിമാനായിരുന്നിട്ടും നിഷ്കളങ്കനായിരുന്നിട്ടും ദോഷം വിട്ടകന്നവനായിരുന്നിട്ടും തൻ്റെ ജീവിതത്തിൽ നേരിട്ട ദുരന്തങ്ങൾ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ടല്ലോ തിരുവചനത്തിലൂടെ. ഇത്രയും കഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ദൈവത്തെ താൻ തള്ളിപ്പറഞ്ഞില്ല എന്ന് ദൈവം തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. യോബിന് അതുകൊണ്ട് ഒന്നും നഷ്ടമായില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് യോബിന് സകലതും ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു എന്ന് തന്നെയാണ്. കഷ്ടതയുടെ പാരമ്യതയിൽ യോബ് പറയുന്ന വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെക്കുറിച്ച്, അതായത് ഇതിനു മുമ്പ് നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ചില കഷ്ടതകൾ ജീവിതത്തിൽ നേരിടുന്നത് ദൈവത്തെ കാണുവാൻ ഉതകുന്നതാണെങ്കിൽ എത്ര മനോഹരമാണത്. എത്ര സമൃദ്ധമായി ജീവിച്ചാലും ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ടെന്നാണ് പ്രയോജനമുള്ളത്. ഈ ചെറിയ ആയുസ്സിൽ ദൈവം തരുന്ന എല്ലാ സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് സഹിഷ്ണുതയോടും സംയമനത്തോടും ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംയമനത്തോടും സഹിഷ്ണുതയോടും അങ്ങയോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.